ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. കുറേ ദിവസമായി നമ്മൾ കണ്ടുമുട്ടിയിട്ടല്ലേ. കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ കുറേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഓർഡർ ചെയ്യാം. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 ഗ്രാമിനാണല്ലോ നേരത്തെ തന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത് 10 ഗ്രാമിൻ്റെ ബോട്ടിൽ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനത്തെ ബോട്ടിൽസാണ് എനിക്ക് കിട്ടിയത്. 5 ഗ്രാമിൻ്റെ ആണ് കിട്ടിയത്. നല്ല കോസ്റ്റ്ലിയാണ് ഈ ലിപ് ബാമിൻ്റെ ഈ ബോക്സിന്. അപ്പോൾ ഇത് കുറേ സൈറ്റ്സിലൊക്കെ നോക്കിയാണ് ലാസ്റ്റ് കിട്ടി. ഞാൻ ഇത്രയും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലിപ് ബാം ഓർഡർ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നവർ 4-5 പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഞാൻ ലിപ് ബാം ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അത് കിട്ടിയവർക്കറിയാം. കഴിഞ്ഞ ദിവസം ഇന്നും എനിക്കൊരു ഹെയർ ഡേയുടെ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഹെയർ ഡേ നല്ല ബെനിഫിറ്റാണ് എല്ലാവർക്കും. നമ്മളിത് പൗഡർ ഫോമിലാക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഇത് നല്ല റിസൾട്ടാണ് തരണേന്ന് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുക. സോ യു ക്യാൻ ഓർഡർ ദിസ് ഹെയർ ഡൈ സൂൺ. ഞാനൊരു നെക്സ്റ്റ് മന്ത് കഴിയുമ്പോഴത്തേക്കും, ദിസ് ഇസ് മേ, സോ നെക്സ്റ്റ് ജൂൺ തൊട്ട് ഞാനൊരു 100 rupees കൂട്ടും. കാരണം നമ്മുടെ ഇതിൻ്റെ ഹെർബൽ പൗഡേഴ്സിനൊക്കെ ഇച്ചിരി വില കൂടിയിട്ടുണ്ട്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പൗഡേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കിട്ടണ ഈ 300 റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു മാസം മെയിൻ കൂടെ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് മന്ത് തൊട്ട് 100 rupees കൂട്ടും. സോ ഇഫ് യു വോണ്ട് ടു ഓർഡർ ആൻഡ് സ്റ്റോക്ക് ഇറ്റ്, ഓർഡർ സൂൺ. ഓക്കെ, ഇത് കിട്ടിയവർക്കെല്ലാം നല്ല ബ്ലാക്ക് കളർ കിട്ടി. അവർ അത്രയും നേരം 2 to 3 hours ഒക്കെ വെച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു സിസ്റ്റർ അവർ മാരേജിന് പോകാൻ വേണ്ടി അവർ ഇന്നലെ ഇത് ട്രൈ ചെയ്തു. അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. സോ ഷീ വിൽ ഓർഡർ അഗെയിൻ. അപ്പം ഇതിന് ഇപ്പം ഈ മാസം ഈ മെയ് തീരുന്നത് വരെ ഇതിന് 300 rupees തന്നായിരിക്കും. സോ എല്ലാവരും എന്താ പറയുക, ഇനി കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യേണ്ട. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഹിന്ദൂസ് ഹെർബൽ ഡൈ ഉണ്ട്. നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. ഇനി നമ്മുടെ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു. കുറേ ഓർഡേഴ്സ് എനിക്ക് ഹെയർ ഓയിലിന് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹിന്ദു ഹെർബൽ ഹെയർ ഓയിലിന്. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ചേച്ചി എത്ര ദിവസം ഈ തലമുടിയിൽ എണ്ണ തേക്കണം എന്നൊക്കെ ഉള്ളത്. മെയിനായിട്ടും എല്ലാവരുടെയും പ്രോബ്ലം ഞാൻ കണ്ടത് ഹെയർ ഫോൾ തന്നെയാണ്. എല്ലാവർക്കും ഇപ്പം ജോലിക്ക് പോകുന്നു, സ്ട്രെസ്സ് കൂടുതലുണ്ട്, പല എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഒരുപാട് മുടി പൊഴിച്ചിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിയുന്നതും എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഹിന്ദൂസ് ഹെർബൽ ഓയിൽ, ലെറ്റ് മി ടേക്ക് ദറ്റ് ഓയിൽ. ഹിന്ദൂസ് ഹെർബൽ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുക. അല്ല, മലയാളികളിൽ എന്നും എണ്ണ തേച്ച് കുളിക്കുന്ന പഴയ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ തേച്ച് കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് താളിപ്പൊടി കൊണ്ടോ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ആയുർവേദിക് ഷാമ്പു കൊണ്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. ഈ വാഷ് ചെയ്ത് കളഞ്ഞിട്ടും നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ശരിയാണ്, തലമുടി രാവിലെ അത് ഉണക്കുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, പലരുടെയും കാര്യങ്ങൾ ഞാൻ അവരുടെ തലമുടി കൊഴിച്ചിലിനെക്കുറിച്ച് ഫോണിൽ കൂടെ സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രാവിലെ ജോലിക്ക് പോണ തിരക്കിൽ അവരെന്താ ചെയ്യണേന്ന് അറിയാവോ? കുളിച്ചിട്ട് വന്ന് നേരെ ആ ബ്ലോ ഡ്രൈ കൊണ്ടുവന്ന് ആ ചൂട് തലമുടിയിലേക്ക് അടുപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് ഹെയറിന് ഒട്ടും നല്ലതല്ല. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരുവിധമെങ്കിലും മുടി ഉണക്കി നമ്മുടെ നല്ല ടവല് കൊണ്ട് നല്ലോണം ഒരുവിധം ഉണക്കിയിട്ട് ശേഷമേ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാവുള്ളൂ. ബ്ലോ ഡ്രൈ ചെയ്യുന്നതും വളരെ ദൂരെ വെച്ച് വേണം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുവാൻ. ഒരിക്കലും നമ്മൾ സ്കാൽപ്പിനടുത്ത് വെച്ച് അത്രയും ചൂട് കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് യു ഷുഡ് സ്റ്റാർട്ട് അതൊരു
ആദ്യം ഒരു കൂൾ എയർ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഇടുമ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് സ്പീഡ് കൂടും. നമുക്കറിയാമല്ലോ ബ്ലോ ഡ്രൈയുടെ കാര്യം. ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ അത്രയും ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നു. ഓക്കെ, അപ്പം ഈ ഓയിൽ നമ്മൾ തേക്കുന്നത് ആഴ്ചയിൽ 3 പ്രാവശ്യം തേക്കുക. തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറുപയർ പൊടിയോ ഉലുവാപ്പൊടിയോ താളിപ്പൊടിയോ കൊണ്ട് വാഷ് ചെയ്യുക. ഉണക്കുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു കോള് വന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം നമ്മൾ ടവൽ വെച്ച് നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാവുള്ളൂ. ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരോടാണ് ഞാൻ ഈ പറയണേ കേട്ടോ. അല്ലാത്തവർക്ക് മാക്സിമം ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ ഇവിടെ ഒരു ടേബിൾ ഫാൻ ഉണ്ട്. ആ ടേബിൾ ഫാൻ നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ തലയിൽ സ്കാൽപ്പിലേക്ക് കാണിച്ച് അങ്ങനെ ഞാൻ ഉണക്കും. ബിക്കോസ് എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മുടിയാണ്. അത്രയും ഭയങ്കര തിക്കല്ല, നമ്മുടെ ലിസി മാഡത്തിൻ്റെ പോലെ ഭയങ്കര തിക്ക് ഹെയർ അല്ല. അപ്പം ഞാനത് വളരെ സൂക്ഷിക്കുന്നുണ്ടാണ് ഇങ്ങനെ പോടെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും നിങ്ങൾ കെട്ടി വെക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ലോണം ടവൽ വെച്ച് നല്ലോണം തൂത്ത് നല്ലോണം ഉണക്കുക. ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓഫീസിൽ പോകണം, ഓക്കെ, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, തിരക്കാണെങ്കിൽ കുറച്ച് ബ്ലോ ഡ്രൈ ചെയ്യുക. അത് ചെറിയ ചൂടിട്ടേ ചെയ്യാവുള്ളൂ. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഈ എണ്ണ താരനുള്ളവർക്ക് താരം മുഴുവൻ മാറിയിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയാറുണ്ട്, ചേച്ചി താരം നല്ലോണം മാറി. അതുപോലെ ഏറ്റവും എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഡൈ ചെയ്തുകൊണ്ടിരുന്നവർ മാസത്തിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ ഡൈ ചെയ്താൽ മതി, നല്ലോണം മുടി കറക്കുന്നുണ്ടെന്ന് കേട്ടു. അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നൊരു കാര്യമാണ്. അത്രയും ബെനിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഓയിലിനകത്ത് ചേർത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ എണ്ണ ഇപ്പം അറിയാമല്ലോ 550 റുപ്പീസാണ്. 2 എണ്ണ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫർ എന്തായാലും ഞാൻ തരും. ഇപ്പം ഞാൻ ഓഫർ ഞാൻ നിങ്ങളോട് പറയാറില്ല, വാങ്ങുന്നവർക്ക് നല്ലതായിട്ട് അറിയാം ഞാൻ അവർക്ക് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വന്ന കോള് ആക്ച്വലി അവർ നല്ലൊരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തു. അവരിപ്പോൾ അടുത്ത് വേറൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം പ്യുവർലി ഹെർബലാണ്. ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ, ധൈര്യമായിട്ട്. പിന്നെ നമ്മുടെ ഷാമ്പൂവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ മൈൽഡ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഷാമ്പൂവിൻ്റെ ഞാൻ പറഞ്ഞു മെയിനായിട്ടും അതിനകത്ത് ഹിബിസ്കസ് ആണ് ചേർത്തേക്കണേ. പ്ലസ് റോസ്മേരി ഉണ്ട്, പ്ലസ് നമ്മുടെ ബ്രിങ്കരാഷ് ഉണ്ട്, നമ്മുടെ ആംല ഉണ്ട്, നമ്മുടെ കൈതോന്നി, നമ്മുടെ എല്ലാ പൗഡേഴ്സും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ യൂസ് ചെയ്യാം. നമ്മുടെ ഷാമ്പൂ നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. അത് കുറച്ചെടുക്കുക, അതിനെ ഒരു കപ്പിലെടുത്തിട്ട് നിങ്ങളതിനെ ഡയലൂട്ട് ചെയ്തിട്ട് തലയിൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കുറച്ച് നേരം ഇട്ടിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ഇന്ദു ഹെർബൽ റോസ് ആൻഡ് റൂട്ട് ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് സിറം, ഇത് കുറച്ച് പേര് വാങ്ങിച്ചു. വാങ്ങിക്കാത്തവർ വേഗം വാങ്ങിക്കുക. ഇത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് തന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോൾ ഇതാ യൂസ് ചെയ്യണം. അവൾ പറഞ്ഞു, അമ്മ നല്ലതായിട്ടുണ്ട്, എൻ്റെ തലമുടി നല്ലതായിട്ട് അവളുടെ ഫ്രണ്ടിലൊക്കെ മുടി പോയതൊക്കെ ഇങ്ങനെ കൊച്ചു മുടി വന്നിട്ടുണ്ട്. അവൾക്കത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നി. ഞാനങ്ങനെ ഒരു ബോട്ടിൽ എൻ്റെ മോൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക, ഓർഡർ ചെയ്യുക. പിന്നെ നമ്മുടെ റൈസ് ഫേസ് വാഷ് ഇത് വളരെ മുഖത്തിന് നല്ല ഒരു ഗ്ലോ തരും. നമ്മുടെ മുഖത്തെ എല്ലാ ആക്നെയും എല്ലാം മാറാൻ ഇത് സഹായിക്കും. റൈസ് വാട്ടർ എത്രത്തോളം ബെനിഫിഷ്യലാണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇതിന് മുന്നേയുള്ള ഓഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ക്രീമിനെ കുറിച്ച് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ എല്ലാവരും വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. എന്താ പറയുക, അവരുടെ ആക്നെ മാറി, പിമ്പിൾസ് വന്ന പാട് മാറി, നല്ലോണം നിറം വയ്ക്കുന്നുണ്ട്, ഒക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സോ അതാണ് ആയുർവേദം തരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കലിന്
തരുന്നത് ഒരിക്കലും ലാസ്റ്റ് ചെയ്യത്തില്ല. അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മാറും. പക്ഷെ അതല്ല, ആയുർവേദ ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഈ ക്രീമിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങും കിട്ടാനില്ല, അതാണ് സത്യം. ഞാൻ ഒറിജിനലായിട്ട് ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞാൻ അവരെ കൊണ്ട് ഉണക്കി പൊടിപ്പിച്ച് ഞാൻ നേരിട്ട് ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഡയറക്റ്റായിട്ട് പോയി എടുക്കുന്നതാണ്. ആ കസ്തൂരി മഞ്ഞളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് എടുക്കുമ്പോൾ, ക്രീം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു മണമാണ് ശരിക്കും പറഞ്ഞാൽ. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് നല്ലൊരു നമ്മളിങ്ങനെ എന്താ പറയുക, നല്ലൊരു മണമാണ് അതിന്, നല്ലൊരു റിഫ്രഷിങ് മണമാണ് ഇതിനുള്ളത്. അപ്പം ആ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൽ നമ്മുടെ കുങ്കുമപ്പൂ, ചന്ദനം, നമ്മുടെ ബീവാക്സ്, നമ്മുടെ ഉരുക്കിയ എണ്ണ, വെളിച്ചെണ്ണ, എല്ലാത്തിൻ്റെ ജോജോബ ഓയിലിൻ്റെ ഒക്കെ റിസൾട്ടാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കണേ. ഓക്കെ, അവരുടെ അടുത്തെല്ലാം ഞാൻ ഫീഡ്ബാക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഞാനതെല്ലാം കൂടി ചേർത്തിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹെയർ ഡേയുടെ കാര്യം, ഇപ്പോൾ എനിക്ക് വന്നൊരു നല്ലൊരു ഓർഡറാണ്. കുറച്ച് നമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് ഒരാൾ. ഓക്കെ, അതത്രയും റിസൾട്ട് അവർക്ക് കിട്ടിയതുകൊണ്ടാണ് അവരത്രയും നമ്പേഴ്സ് വാങ്ങിയത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം. അവർക്ക് ഞാൻ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം ഹെയർ ഡേ വേണമെന്നുള്ളവർ വേഗം ഓർഡർ ചെയ്തോളൂ. നിങ്ങൾക്കിത് ഇന്നും ഒരു സിസ്റ്റർ ഉപയോഗിച്ചിട്ട്, ഒരു സഹോദരി ഉപയോഗിച്ചിട്ട് വളരെ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയത് എന്നവർ പറയുകയുണ്ടായി. വേറെ ഒരു നാച്ചുറൽ ഡൈന് ഇത്രയും നല്ലൊരു കളറും ഇത്രയും ഒരു നറിഷ്മെൻറ്റും മുടിക്ക് കിട്ടിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഹെയർ ഡൈ നമ്മൾ പൗഡർ ഫോമിൽ ഇറക്കിയത് നേരത്തേക്കാളും നല്ല റിസൾട്ടാണ് വന്നേക്കണേ. ഇത് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള കെമിക്കൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് വിൽ ഗീവ് ഗുഡ് ബ്ലാക്ക്, എന്താ പറയുക, ആ ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ എണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിക്കുക. നമ്മൾ എപ്പോഴും സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് വെക്കണം. അതാണ് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ ഫസ്റ്റ് കാര്യം സംഭവിക്കുന്നത്. നമ്മുടെ മുടി മോയ്സ്ചറൈസ്ഡ് അല്ല. എണ്ണ തേക്കുമ്പോൾ മുടി നല്ല, സ്കാൽപ്പ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിത്തീരും. മുടി പൊട്ടിപ്പോകത്തില്ല, ഡ്രൈനെസ് വരത്തില്ല സ്കാൽപ്പിൽ. അത്രയും 25 അബവ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തേക്കണേ. അത്രയും സാധനങ്ങളുടെ ഗുണം നമ്മുടെ തലമുടിക്ക് കിട്ടുകയാണ്. തലമുടി ശക്തമായിട്ട് വളരും. ഓക്കെ, പിന്നെ നിങ്ങൾ കോൾഡൊക്കെ ഉള്ള സമയത്ത് പോലും ഇതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ അടുത്തുനിന്ന് എണ്ണ മേടിച്ച ഒരു ഡോക്ടർ എനിക്ക് മെസ്സേജ് ഇട്ടു, മാഡം ഞാൻ ഈ എണ്ണ സാധാരണ എനിക്ക് എണ്ണ ഇട്ടാൽ പെട്ടെന്ന് പനി പിടിക്കുന്നതാണ്, തലനീരിറങ്ങും, കോൾഡ് പിടിക്കും, പക്ഷേ ഈ എണ്ണ തേച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പലർക്കും മൈഗ്രെയിൻ ഉള്ളവർക്ക് പോലും ഈ എണ്ണ തേച്ചിട്ട് ഒരു പ്രശ്നമില്ല. അവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി നമുക്കൊരു 50 to 100 മുടിയൊക്കെ നോർമലായിട്ട് പൊഴിയും. പക്ഷേ ആ പൊഴിയുന്ന സ്ഥാനത്ത് പുതിയ മുടി നമുക്ക് കിളിർത്ത് വരണം. കിളിർത്ത് വന്നില്ലെങ്കിലാണ് നമ്മളത് സിവിയർ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മുടിക്ക് വേണ്ട നമ്മൾ ഇൻടേക്ക്, കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം, നല്ല വൈറ്റമിൻസ്, മിനറൽസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ എല്ലാം റിച്ച്. വൈറ്റമിൻ ഡി ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫുഡ് നമ്മൾ ധാരാളം കഴിച്ച് നമ്മൾ സ്ട്രെസ് ഒന്നും ഇല്ലാതെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ട് വെക്കുക. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ദിസ് ലൈഫ് യു ഹാവ് ടു ലിവ് എ സ്ട്രെസ് ഫ്രീ ലൈഫ്. അതെങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്? ഫസ്റ്റ് നമുക്ക് നല്ല ദൈവവിശ്വാസം ഉണ്ടാകണം, അല്ലേ? നല്ലോണം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് നല്ല വിശ്വാസവും ദൈവവചനം ധ്യാനിക്കുന്നവർ. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഏതാണോ അത്, അല്ല നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാണെങ്കിൽ അങ്ങനെ വചനം വായിക്കുക. എവിടെയാണ് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിക്കുക, നമ്മൾ നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരോട് അസൂയ, കുശുമ്പോ, വഴക്കിടാൻ പോവുക, അങ്ങനെയൊന്നും നമ്മൾ പോവാതെ നമ്മൾ എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല സ്വഭാവത്തോടെ നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മുടെ മൈൻഡിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹാപ്പിനെസ്സും ജോയും നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാകും, അല്ലേ? അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെയുള്ള നല്ല ഹെർബൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക, നല്ലോണം ഉറങ്ങുക. ഞാനത് മറന്നുപോയി പറയാൻ. നല്ലോണം ഉറങ്ങിയില്ലെങ്കിൽ മുടി പൊഴിയും ഫ്രണ്ട്സ്.
നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് കറക്റ്റ് 10 മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് അലാറം സെറ്റ് ചെയ്ത് നിങ്ങൾ കിടന്നിട്ട് രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുക. ആ ഒരു ശീലം നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. ഓക്കെ. പിന്നെ എല്ലാ ദിവസവും തലമുടി നനയ്ക്കണമെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ ദിവസവും തലമുടി നനയ്ക്കാൻ ഉണക്കാനൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ അത് ഉണക്കണം, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും തലമുടി നല്ലോണം വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കുക. ഇൻഡൂസ് ഹെർബൽ ഓയിൽ തേക്കുക, ഇൻഡൂസ് ഹെർബൽ ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സിറം നമ്മൾ പുതുതായിട്ട് ഇറക്കിയ ഈ ഹെയർ സിറം നമ്മൾ സ്കാൽപ്പിൽ പുരട്ടുക. മുടി നല്ല ഒതുങ്ങിക്കിടക്കുകയും ചെയ്യും. ഈ സിറം നമ്മൾ തേക്കുമ്പോൾ പെട്ടെന്ന് തലമുടിക്ക് നല്ലൊരു എന്താ പറയുക, അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻസ് മുഴുവൻ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്തോരം ഓയിൽസ് ചേർത്തിട്ടുള്ളതാണ്. ആഗൺ ഓയിൽ, ബദാം ഓയിലുണ്ട്, നമ്മുടെ ഫെനുഗ്രിക് ഓയിലുണ്ട്, നമ്മുടെ കാസ്റ്റർ ഓയിലുണ്ട്, നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ട്, അലോവേറ ജെല്ലുണ്ട്, ഞാൻ പറഞ്ഞ റോസിൻ്റെ ജ്യൂസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിക്ക്, ജോജോബ ഓയിലുണ്ട്, ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. മുടിക്ക് നല്ല റിസൾട്ട് തരുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, മോളിത് യൂസ് ചെയ്യുന്ന അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രോഡക്റ്റ്. അവളുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് അവൾ പറഞ്ഞു. അപ്പം അത് നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ മുടിക്ക് ശരിക്കും നല്ലൊരു വ്യത്യാസം പെട്ടെന്നുണ്ടാവും. 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് തരാൻ കഴിയും. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ചൂടൊക്കെ മാറി മഴയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് നല്ലോണം സൂക്ഷിക്കുക. ബിക്കോസ് മഴയൊക്കെ പെയ്ത് കഴിയുമ്പം അറ്റ്മോസ്ഫിയറിലെ പൊല്യൂഷൻ എല്ലാം ഇങ്ങനെ ഇളകി അപ്പോൾ നമുക്ക് കോൾഡും കഫും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക. മുടി കൊഴിയുന്നതിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് നല്ലോണം വെള്ളം കുടിക്കുക. മാക്സിമം നമ്മുടെ ബോഡിയുടെ ടോക്സിൻസ് എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുമ്പോഴാണ്. അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ എൻ്റെ പ്രോഡക്റ്റ്സൊക്കെ വേണ്ടവർ വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തരുന്നുണ്ട്. 8138814577. വാട്സപ്പ് ചെയ്യുക. ഓഡിയോ ക്ലിപ്പ് ഇതുവരെ മെസ്സേജ് ഇട്ടവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ചെയ്തവർക്കെല്ലാം ഞാൻ നല്ല ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് ലിപ് ബാം എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. അത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ 4-5 പ്രോഡക്റ്റൊക്കെ ഓർഡർ ചെയ്തവർക്ക് ലിപ് ബാം ഫ്രീ ആയിട്ട് കിട്ടും. 2 എണ്ണം തന്നെ കിട്ടും കേട്ടോ. ബിക്കോസ് ഞാനത് പറഞ്ഞായിരുന്നല്ലോ. ഇതിപ്പം ഇതിൻ്റെ ബോട്ടിലിന് ഭയങ്കര വിലയാണ് കേട്ടോ. ലിപ് ബാമിൻ്റെ ഞാനത് കാണിച്ചു തരാം. ഈ ലിപ് ബാമിൻ്റെ ഇതിൻ്റെ ബോട്ടിലിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇത് ഞാൻ 10 ഗ്രാമിലാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ നോക്കിയത്. അപ്പോൾ 10 ഗ്രാമിൻ്റെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5 ഗ്രാമിൻ്റെ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമായിട്ട് ഞാൻ തരാം കേട്ടോ. ഇത് നിങ്ങൾ പുരട്ടിക്കഴിഞ്ഞ് എന്നോട് നല്ലൊരു ഫീഡ്ബാക്ക് തരും. കാര്യം ഇത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നാച്ചുറൽ കളറാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴേ വിടാം. വൈകുന്നേരം ഇട്ടിട്ട് അതങ്ങനെ തന്നെ ഇട്ടേക്കാം. കണ്ടോ, നാച്ചുറൽ കളറാണ്. ഇതിടുമ്പോൾ ചുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ചുമന്ന് വരും. ഓക്കെ. ഞാനിതൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സിമ്പിളായിട്ടൊരാളാണ്. പക്ഷേ എനിക്ക് ഇനിയും യൂസ് ചെയ്യണം, നല്ലതാണ്. സമയം കിട്ടുവാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടി ഞാനെല്ലാം പറഞ്ഞു തരും. പക്ഷേ എൻ്റെ കാര്യം ഇത്തിരി തിരക്കാണ്, ഒന്നിനും സമയം കിട്ടില്ല. അതാണ് കാര്യം. നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം. ഈ ബോട്ടിൽ കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി, സോ ക്യൂട്ട്. ഞാനത് 5 ഗ്രാം ആണെങ്കിലും ഞാൻ അതുകൊണ്ടാണ് വാങ്ങിയത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ 200 റേറ്റിൽ നിങ്ങൾക്ക് 2 എണ്ണം ഞാൻ തരാമെന്ന് വിചാരിച്ചു. ഓക്കെ. 2 എണ്ണം കിട്ടും 200 റേറ്റിന് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നല്ലോണം ചുമക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് പുരട്ടാം. കാര്യം ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കളർ. ഞാൻ തുറന്ന് കണ്ടോ കളർ കണ്ടോ? ലിപ്സ്റ്റിക്കിൻ്റെ കളറല്ലേ, നാച്ചുറലാണ്. ഓക്കെ. ഇത് എന്താണ് ഇത് ചേർത്തിരിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഇത് സത്യം പറഞ്ഞത് 200 മുകളിൽ എനിക്കിത് വിൽക്കേണ്ട സാധനമാണ്.
ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്, നോട്ട് ദ കോക്കനട്ട് ഓയിൽ. അപ്പോൾ കാസ്റ്റർ ഓയിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ലിപ്സിന് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് തരാനാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം. ഇൻഡസ് ഹെർബൽ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും ഇതുവരെ നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നേക്കണേ. അപ്പം ഈ ലിപ് ബാമും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇറ്റ്സ് പ്യോർലി നാച്ചുറൽ. ഇറ്റ് വിൽ ഗീവ് യു ഗുഡ് റെഡ് കളർ ടു യുവർ ലിപ്സ്. ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ചെയ്തിരിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. കുറച്ച് തിരക്കിലായിരുന്നു ദിവസങ്ങളിൽ, ഇപ്പോഴും അങ്ങനെയാണ്. ഇനിയും അടുത്ത പ്രോഡക്റ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പണിപ്പുരയിലാണ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന ഒരു ബ്യൂട്ടി പാർലറിലേക്കൊക്കെ വേണ്ടി ഇറക്കാൻ പറ്റിയ ഒരു സംഭവം ഞാൻ ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് പാർലേഴ്സിന് മാത്രമല്ല, നിങ്ങൾക്കും അത് വീട്ടിൽ വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ എ ബ്യൂട്ടി പ്രോഡക്റ്റ്. സോ ഇറ്റ് വിൽ കം സൂൺ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഡൗട്ട്സും എൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, നിങ്ങളുടെ ഫേസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മുടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ മാമിൻ്റെ ക്രീമും നിങ്ങൾ വാങ്ങുക. അതും മാഡത്തെ നിങ്ങൾ എന്താ പറയുക സഹായിക്കുക ബിസിനസ്സിൽ. ഓക്കെ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും, ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും അഗെയിൻ ഐ എം വെരി താങ്ക്ഫുൾ ടു യു. May God bless you all. See you soon in another video. Bye bye.